രാജകീയ കുടുംബ പശ്ചാത്തലമുണ്ടായിട്ടും ചെങ്കോലും കിരീടവുമില്ലാതെ തച്ചനായി ജീവിച്ച ഒരു സാധാരണ മനുഷ്യൻ. രാത്രിയുടെ ആഴങ്ങളിൽ മനസാക്ഷിയുടെ ഭാരം അവനെ ഞെരുക്കിയപ്പോൾ പരിശുദ്ധ മറിയം അനുഭവിച്ച ദൈവിക അത്ഭുതം അവൻ്റെ മനസ്സ് താണ്ടിപ്പോകുന്ന ഒരു ചോദ്യചിഹ്നമായി നിന്നു. തച്ചൻ്റെ കൈകൾ മരം തൊടുമ്പോൾ ഉറച്ചതായിരുന്നു. ഹൃദയമാകട്ടെ ആടിയുലയുന്ന നൗക പോലെയും. തളർന്ന ചിന്തകളുടെ ഭാരത്തിൽ മിഴിയിഴകൾ നിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ സ്വപ്നത്തിൻ്റെ മൃദുചൂടിൽ കത്തിയെരിയുന്ന ദൈവവചനത്തിനൊപ്പം മറന്നുപോയ കാലത്തിൻ്റെ നിശബ്ദ നായകനായി വിശുദ്ധ ഔസേപ്പ് അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് നടന്നു നീങ്ങി. ഇതാ നിങ്ങളെ നീതിമാനായ ആ തച്ചൻ്റെ ഒരു ദിവസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഞാൻ അറിഞ്ഞൊരു സത്യവും ഇന്നുള്ള സത്യവും ഒന്നിനൊന്ന് വിരോധമാണല്ലോ. അവൾ ശുദ്ധയാണ്, വിശ്വസ്തയുമാണ്. എങ്കിലും ഞാൻ കേട്ടത് ഇല്ല. ഞാൻ അവളെ അപമാനിതയാക്കുകയില്ല. ഒരു കുറ്റവും ആരോപിക്കാതെ ശാന്തമായി പിരിഞ്ഞു പോകാം. ദൈവമേ, എനിക്ക് വഴികാട്ടണമേ. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ തെല്ലും ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുമാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേര് നൽകണം. അവൻ നിന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. ദൈവമേ, ഞാൻ കണ്ടത് ശരിക്കും സ്വപ്നം തന്നെയായിരുന്നു. ദൈവം പറഞ്ഞ വചനം നീതിയാണ്. അവൻ ഞങ്ങളെ തൻ്റെ പദ്ധതിക്കായി തിരഞ്ഞെടുത്തു. അവൻ്റെ വഴിയിൽ ആത്മവിശ്വാസത്തോടെ നടക്കാം. മലമടക്കിലൂടെയുള്ള യാത്രയും സത്രമന്വേഷിച്ചുള്ള അലച്ചിലും ബന്ധുക്കളുടെ കുത്തുവാക്കുകളും മനസ്സിനെ തളർത്തിയപ്പോൾ ജോസഫ് മേരിയോട് ഒരുപക്ഷെ പറഞ്ഞിരിക്കാം, ഒന്നും അവൻ അറിയാതെ നടക്കുകയില്ല. നമ്മളുടെ സങ്കടങ്ങളുടെയും വേദനകളുടെയും നടുവിൽ അവൻ നമുക്കായി നിലകൊള്ളും. ഒരു സ്വപ്നത്തിൻ്റെ വിളിയാൽ വിശുദ്ധ ഔസേപ്പ് തൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുന്നു, ദൈവിക പദ്ധതിയുടെ അവസാനമില്ലാത്ത ആഴങ്ങളിലേക്ക്. Thank you very much, St. Joseph Group.